നമ്മുടെ ഈ സമൂഹത്തിന് എന്ത് പറ്റി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒരു കേരളത്തിന് എന്ത് പറ്റും? നമ്മൾ ഒരു കാലത്ത് കേരളം നമ്മളെപ്പോഴും അഭിമാനിച്ചിരുന്നു. ഇവിടെ പ്രശ്നമില്ല, നമ്മൾ വളരെ ഹാപ്പിയാണ്, ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴേ നമ്മൾ ഞെട്ടിക്കുന്ന കാര്യം കൊലപാതകങ്ങളുടെ പരമ്പരയാണ്. അതും കൂടപ്പിറപ്പുകളെ അച്ഛനെയും അമ്മയും ഭാര്യയും എല്ലാം കൊന്നുകൊള്ളുന്നൊരു രീതി. ഈ ഒരാഴ്ചയ്ക്ക് അല്ലെ ഒരു മാസത്തിനിടയിൽ എത്ര കൊലപാതകങ്ങളാണ്? തെരുവിൽ മർദ്ദനമേറ്റ് മരിച്ചതും, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതും, മകൻ അമ്മയെയും സഹോദരനെയും കൊല്ലുന്നതും, മകൻ തന്നെ അമ്മയെ കഴുത്തറത്ത് കൊല്ലുന്നതും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അല്ല, ഇത് നമ്മുടെ നാട്ടിൽ ക്രമസമാധാന പ്രശ്നമാണോ അതോ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാതായതോ അത് നമ്മൾ മനുഷ്യത്വമില്ലാത്തവരായി മാറിയോ എന്ന് സ്വാഭാവികം സംശയിക്കേണ്ടത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന വിഷയങ്ങളിലൊന്നും ലഹരി ആവാനാണ് സാധ്യത. ഒന്ന് ലഹരി, മറ്റൊന്നും മൊബൈൽ ഫോണാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അതീവ ഭീകരമാണ് അവസ്ഥ, അല്ലേ? അതെ. കാരണം സംശയരോഗത്തിൽ നിന്ന് ഉടലെടുത്തിട്ടാണ് ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ ഒരാൾ വന്നത്, അൽമ എന്നങ്ങാണ്ടാണ് അതെ ആ പെൺകുട്ടിയുടെ പേര്. അത് കുട്ടികളില്ലാത്തതിൻ്റെ പേര് കളിയാക്കിയെന്നോ ഒക്കെ പറഞ്ഞു. 10 വർഷം കണ്ടായി വിവാഹം കഴിച്ചിട്ട് കുട്ടികളില്ലാത്തതിൻ്റെ പേര് കളിയാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഭർത്താവ് ഭർത്താവ് ഒരു അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എന്തോ PSC കോച്ചിങ്ങിനൊക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഈ പെൺകുട്ടി കാണാൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അത് പെറ്റ്സ്, അതായത് വളർത്തു മൃഗങ്ങളെ ഓമനിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ റീൽസും ഒക്കെ ഇട്ട് ശ്രദ്ധേയായ ഒരാളാണ്. അപ്പോൾ ആ കുട്ടി ആണ് ഭർത്താവ് കൊന്നിട്ട് യാതൊരു മടിയില്ലാതെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാണ് ചെയ്യുന്നത്. എന്തോ ഒരു ഹീറോയിസം പോലെ. ഇവരൊക്കെ എന്താണ് പിന്നെ ചെയ്യുന്നതെന്ന് നമുക്ക് അതാണ്. പിന്നെ വീട്ടുകാരുടെ ബാധ്യതയാണ്, ഇവന് വക്കീലിനെ ഏർപ്പാടാക്കണ്ടേ, അതെ, പിന്നെ കോടതി കേസ് നടത്തണ്ടേ, ജയിലിൽ കിടക്കുമ്പോൾ ആ ബാക്കി ബാധ്യത മുഴുവൻ ഈ ഇവരെ വീട്ടുകാർ, ഇയാളെ ഇനി അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരെ സഹോദരങ്ങളെയൊക്കെ തലയിലും, അല്ലാതെ അവർക്ക് വേറെ വഴിയുണ്ട്. ഈ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബാറുകളിൽ നിന്ന് പുറത്തിറങ്ങി മരിച്ചവരുടെ രണ്ട്. പിന്നെ വെട്ടും കുത്തും ഒരുപാട് നടന്നു. അല്ല, ആദ്യം മറ്റേ വിഴിഞ്ഞത്തെ ബാറിൽ നിന്ന് ഇറങ്ങി വന്ന ആ മനുഷ്യനെ കൊന്നവർ ഒരാൾക്ക് 19 ദിവസം സഹോദരങ്ങളാണ്, 21 വയസ്സാണ്. അവര് ചെറുപ്രായത്തിൽ തന്നെ അവന്മാര് ഈ അവസ്ഥയിലായി. അത് നാട്ടുകാരോട് നോക്കിക്കൊണ്ടിരിക്കണം. കോടതി ശിക്ഷിക്കൊന്നും എന്തായാലും ഉറപ്പാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇവന്മാര് സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ശമ്പളം വാങ്ങിയെന്ന് പറയാൻ വേണം. അതെ, ജയിലിൽ കിടക്കും. ജയിലിൽ ഇപ്പൊ നല്ല ശമ്പളം തീറ്റ ആയതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഇവർക്ക് ഈ കെട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ, മദ്യലഹരി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഈ ചെറുപ്പക്കാർക്ക് അവരവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. തലേന്ന് ആൾക്കാരോട് ചീറി പോലീസിനോട് ചീറി അവർ ആ മറ്റേ ചെറുപ്പക്കാരനെ ഇടിച്ചു കൊന്നു എന്നൊന്നും അവർക്കറിയില്ല. അവരെ ആരെയോ ഒരുത്തിനെ അങ്ങ് ചുമ്മാ ഇടിച്ചു, അവർ കലിപ്പ് തിരുന്നോളം അങ്ങ് ചവിട്ടി. പക്ഷേ പിറ്റേന്ന് മദ്യത്തിന്റെ കെട്ടിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തല്ലോ എന്നൊരു ചിന്താഗതി അവർക്ക്. ഇനിയിപ്പോൾ ഈ ജയിലിൽ കിടക്കണം, ശിക്ഷ ഉറപ്പാണ്. അവരെ ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇവരിന് ഇത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, വലിയ ശിക്ഷയല്ലേ കിട്ടാൻ പോണത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ കഴിഞ്ഞ ദിവസം ഈ മറ്റേ സംഭവം, ആ ഒരാൾ അയാളെ അമ്മയും സഹോദരനെയും കൊന്നു കുഴിച്ചിട്ടത്. അത് കട്ടപ്പന ഇമാതിരി കുറെ വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടില്ലേ ഒരാള് കുറെ പേരെ കൊന്നു കുഴിച്ചിട്ടില്ല? അതെ അതെ, അതും കട്ടപ്പന തന്നെ. അതുപോലെ പിന്നെ തൊടുപുഴ വണ്ണപ്പുറത്തോ മറ്റാണ് ഇതുപോലെ ഒരു ജോത്സ്യനെ അയാളുടെ ബന്ധുക്കളെല്ലാം കൊന്നു കുഴിച്ചിട്ടത്. അപ്പൊ ഈ അടുത്ത കാലത്ത് നടന്നാണ് ഈ കട്ടപ്പനയിൽ നടന്നിട്ട് 1 മാസം കണ്ടേ ഉള്ളൂ, അല്ലേ? അതെ. എന്നിട്ട് പക്ഷേ ഇയാൾ മൃതദേഹം കുഴിച്ചിട്ടിട്ട് ആ വീട്ടിൽ താമസിച്ചു എന്നുള്ളതാണ്. വീടിന്റെ മുറ്റത്ത് തന്നെ അച്ഛനെ അമ്മയും സഹോദരനെയും കുഴിച്ചിട്ടതിന് ശേഷം അത് 2 ദിവസം കണ്ട് മൂടിയിട്ടിരുന്നു, പിന്നെ എടുത്ത് കുഴിച്ചിട്ട് ആ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇയാൾ ഹാപ്പിയായി ജീവിക്കായിരുന്നു. എന്ത് സാധനം അടിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അതെ അതെ, അതൊന്ന് ആലോചിച്ച് നോക്ക്. ആ മനുഷ്യ അവിടെ താമസിക്കുന്നു, അവസാനം ഇത് സംശയമായി പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ഒളിക്കാൻ ശ്രമിക്കുന്നു, വിശന്നപ്പം തിരിച്ച് പുറത്തിറങ്ങി വരുന്നു. ഇത് അതുപോലെ കണ്ണൂരിലെ അമ്മയെ കൊന്ന മകന്റെ കാര്യം, അത് ഒരു വല്ലാത്ത ഒരു കഥയായി. ആ സ്ത്രീ ഒരുപാട് കഷ്ടപ്പെട്ട്, ആ സ്ത്രീ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ മകനെ പഠിക്കാൻ ബാംഗ്ലൂർ. ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആയി എന്നുള്ളത് അവർ ഒടുവിൽ അറിയും. ഇതാണ് നമ്മുടെ കണ്ണമ്പറ്റത്തുനിന്ന് പോയ പയ്യനാണ്. അവൻ തിരിച്ചു വരുന്ന ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാ. പിന്നെ ആ പയ്യനെ ആ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അമ്മ നടത്താത്ത ശ്രമങ്ങളില്ല. അതിനിടയിലാണ് അമ്മയെ കൊല്ലുന്നത്. അവന്റെ ഏക ആശ്രയമായിരുന്നു ഈ അമ്മ. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഈ സ്ത്രീയെ അറിയാവുന്ന ആളുകൾ കുറിപ്പുകൾ ഇട്ടിട്ടുണ്ട്, പരിചയമുള്ളവർ. അവരെല്ലാവരും പറയുന്നുണ്ട് അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ സ്ത്രീ. അവർ സ്വന്തമായിട്ട് അവരൊരു സ്ഥാപനങ്ങളിടയിൽ നടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്ത് ഓടി നടന്ന് അവർ കഷ്ടപ്പെട്ട് ജീവിച്ച് മുന്നേറി വന്നൊരു സ്ത്രീയാണെന്നാണ്. അങ്ങനെയുള്ള ഒരാളിനാണ് ഈ സ്വന്തം മകൻ ഇമാതിരി കൊന്നുകളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം എവിടെയാണെന്ന് അറിയില്ല, എന്തോ സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞു ഒരു ബൈക്കുകാരന് സൈഡ് കൊടുത്തില്ല, ഇറങ്ങി വന്നിട്ട് അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നൊരു കല്ലെടുത്ത് ഒറ്റ ഇന്നോവ എറിഞ്ഞ് അങ്ങ് പൊട്ടിക്കുക.
വേറത്തെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് വന്നിട്ട് ഹെൽമെറ്റ് കൊണ്ട് ഇടിക്കുകയാണ്. അതായത് മര്യാദയ്ക്ക് വഴിയെ എൻ്റെ സ്കൂട്ടറെ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് സ്വന്തം ഹെൽമെറ്റ് കൊണ്ടുവന്ന് ഇയാൾ ഇടിക്കുകയാണ്. ഇത് എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് അറിയില്ല. എന്തും ഏതും ചെയ്യാൻ ഒരു ധൈര്യം വരികയാണ്. അത് ഇതിൻ്റെ ധൈര്യം തന്നെയാണ്. ഈ നേരത്തെ ലഹരിയുടെ പറഞ്ഞതല്ല. ആയിരിക്കും. കാരണം ക്രമസമാധാന പാലന ചുമതല വഹിക്കുന്ന പോലീസുകാരെ ആർക്കും ഇപ്പോൾ പേടി. അതെ. പേടിയില്ല ആർക്കും. പേടിയില്ലെന്ന് മാത്രമല്ല, അവരെ കൈയേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയില്ലേ കാര്യങ്ങൾ. അതെ. പോലീസുകാരെ ചെന്ന് ഇടിക്കുന്നു, എന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയക്കാരൻ്റെ നേതാവിൻ്റെ മോനാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അതിനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസുകാരെ തല്ലുന്നത്. എന്തായാലും 10 വർഷം കൊണ്ട് പിണറായി വിജയന്റെ വികസന പെരുമഴയാണെന്നാണ് ഇവർ ഇവിടെ പറയുന്നത്. അതെ. പക്ഷെ വികസനം നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടിരിക്കുന്ന ഒന്ന് ഈ ലഹരി മരുന്നിന്റെ അത് ഗംഭീര വ്യാപകമായ വികസനം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഈ നാട്ടിലില്ലാത്ത, കേട്ടിട്ട് പോലും കണ്ടിട്ട് പോലും ഇല്ലാത്ത സിന്തറ്റിക് ഡ്രഗുകൾ ഡാർക്ക് വെബ്സൈറ്റുകൾ മുഖേനയാണ് വരുന്നതെന്നാണ്. അതെ അതെ. കഞ്ചാവ് കോമൺ ആയി. ബിജു പ്രഭാകർ IAS കഴിഞ്ഞ ദിവസം പറഞ്ഞ് കഞ്ചാവ് നിയമവിധേയമാക്കി ചെറിയ അളവിൽ റേഷൻ കട വഴി കൊടുക്കണമെന്നുള്ള രീതിയിൽ. കഞ്ചാവ് അത്ര ഉപദ്രവകാരിയല്ല. പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു സിന്തറ്റിക് മയക്കുമരുന്നിൻ്റെ പിന്നിലുള്ളവൻ ആരാണെന്ന് കണ്ടുപിടിച്ചിരുന്നു. രാജനിൽ അയാൾ മറ്റേ ദാവൂദ് ഇബ്രാഹിമിൻ്റെ, ചോട്ടരാജൻ്റെ പഴയ ശിഷ്യനാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും അടുത്ത ആൾ ഇയാളാണ്. സിന്തറ്റിക് മയക്കുമരുന്നിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ എത്തിക്കുന്ന 5000 കോടി ആസ്തിയുള്ള വിറ്റുവരവുള്ള സലീം ദോല, അയാളെ തുർക്കിയിൽ പിടികൂടി ഡൽഹി എത്തിച്ചിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സിന്തറ്റിക് മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുന്ന ഒരു നടപടി തന്നെയാണ്. അത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വലിയ താല്പര്യമെടുത്തതിനാണ്. കാര്യം ഈ തുർക്കിയിലാണ് ഇവൻ വിളിച്ചിരുന്നത്. തുർക്കിക്ക് നമുക്ക് തമ്മിൽ ഈ കുറ്റവാളികളെ കൈമാറാനുള്ള ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് UAE സർക്കാർ വഴി സ്വാധീനിച്ച്, നമുക്ക് UAE ആയിട്ട് ഗൾഫ് രാജ്യങ്ങൾ നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ UAE വഴി സ്വാധീനിച്ച് പ്രത്യേക ഫ്ലൈറ്റിലാണ് അവനെ കൊണ്ടുവന്നത്. പിടിച്ചേട്ടി അത്ര ഭീകരനാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എത്രമാത്രം വ്യാപകമാകുമെന്ന് മനസ്സിലാക്കണം. എന്തിന് CPM നിരോധിക്കപ്പെട്ട പുകയില കൊണ്ട് പോയ ലോറിയുടെ ഉടമസ്ഥനായ നേതാവിനെ പാർട്ടി പുറത്താക്കി തിരിച്ചെടുത്തു. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതെ. എന്തായാലും ഈ സമൂഹത്തിൽ ഇതിൻ്റെ എല്ലാ ഉപയോഗം വളരെയധികം വർദ്ധിക്കുന്നു. പോലീസിനെ ജനങ്ങൾക്ക് പേടിയില്ലാതാകുന്നു. ഈ പറയുന്ന ചെറുപ്പക്കാരെല്ലാം ഈ രാസലഹരിയുടെയും മറ്റും വഴിയിലൂടെ സഞ്ചരിക്കുന്നു. മനുഷ്യ ജീവിതം തന്നെ, അതായത് നമുക്കിവിടെ വെളിയിലിറങ്ങി സഞ്ചരിക്കാൻ പറ്റാത്ത വിധം. ഇത് അതിശയോക്തിയല്ല. കാരണം നമ്മൾ വളരെയധികം സൂക്ഷിച്ച് നമുക്കൊരു റോഡിലൂടെ പോകാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ വാഹനം എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ ഒരസോ ചെയ്താൽ നമ്മളെ ഈ എതിർകക്ഷി എന്താവും ചെയ്യാൻ, ഇടിച്ച് കൊല്ലുമെന്ന് പോലും അറിയാൻ പറ്റില്ല, ആയുധം ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും കേരളത്തിൽ ജീവിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. വഴിയെ പോയ ആരെങ്കിലും ഇവനെണ്ണം കൊടുക്കണമെന്ന് തോന്നി ഒന്ന് അടി തന്നിട്ട് നമ്മൾ കൊണ്ടുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്.